അല്ല, പി എം ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം, അതിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആ 60% തുക ഘട്ടം ഘട്ടമായി കിട്ടൂ. പക്ഷേ SSAയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട പണമുണ്ടല്ലോ, ആ 1400 ചില്ലുവാനം കോടി രൂപ 2023, 24ലെയും 24-25ലെയും 25-26ലെയും ആ അധ്യയന വർഷങ്ങളിലെ തുക ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയാണ്. അത് ഇപ്പോൾ ഓൾറെഡി അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ CPIക്ക്? അവരെ മറച്ചു വെക്കുന്ന എന്തിനാണ്? സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ മറച്ചു വെക്കുന്ന എന്തിനാണ്? സ്വന്തം ക്യാബിനറ്റിൽ ഈ കാര്യം മറച്ചു വെക്കുന്നത് എന്തിനാണ്? ഒളിച്ചൊപ്പിടുന്നത് എന്തിനാണ്? അങ്ങനെ പാർട്ടിയുടെ PBയോ പാർട്ടിയുടെ PBയുടെ സെക്രട്ടറിയോ ഒന്നും മറച്ചു വെച്ചു എന്ന് പറയുന്നത് അത് അത്തരത്തിലൊരു നിലപാടെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊന്നും മറച്ചു വെച്ചിട്ടുണ്ട്. കാര്യങ്ങളെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറിക്ക് അറിയില്ലായിരുന്നു. ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 24-ാം തീയതി മാധ്യമങ്ങളോട് പറയുകയാണ്, ഞങ്ങളത് മുന്നണിയിൽ ചർച്ച ചെയ്യും, അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഒപ്പിടില്ല എന്നാണ് സർക്കാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MA ബേബി മാധ്യമങ്ങളോട് സംസാരിക്കും. അതേ അറിഞ്ഞിട്ടില്ല ഒപ്പിട്ട കാര്യം. ക്യാബിനറ്റ് കൂടുമ്പോൾ ക്യാബിനറ്റിൽ ആർക്കും അറിയില്ല ഒപ്പിട്ട കാര്യം. 16-ാം തീയതി ഒപ്പിട്ടു. മുഖ്യമന്ത്രി 10-ാം തീയതി ഡൽഹി പോകുന്നു, 16-ാം തീയതി ഒപ്പിടുന്നു. അങ്ങനെയല്ല, അതിനെ അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം അത് CPMന്റെ സംസ്ഥാന തലത്തിൽ CPMന്റെ സെക്രട്ടേറിയറ്റിലടക്കം ഒരുപക്ഷെ അത് ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചർച്ച ചെയ്യാതൊന്നും ബേബി പറഞ്ഞിട്ടുള്ളത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതിൽ CPI ഉണ്ട്. LDFൽ ചർച്ച ചെയ്തിട്ടില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല. അല്ല, എല്ലാ വിഷയങ്ങളും ക്യാബിനറ്റിലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ക്യാബിനറ്റിന് അനുമതി വാങ്ങേണ്ട വിഷയങ്ങൾ മാത്രമാണ് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുക. അതാണല്ലോ ചട്ടവും പറയുന്നത്. അപ്പോൾ ക്യാബിനറ്റിൽ ഇക്കാര്യം ചർച്ച ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അത് ഒപ്പിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതാത് മന്ത്രിമാരുടെ ആ മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ മന്ത്രിമാരെടുക്കുന്ന തീരുമാനം നയപരമായ കാര്യങ്ങൾ ആരാണ് തന്നെയാണ് ഏത് ബോഡിയിലാണ് ഒരു സർക്കാരിന്റെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇതിൽ ഏത് ബോഡിയാണ്? അത് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണോ? അത് നയപരമായി മാത്രമേ. എന്നിട്ട് ക്യാബിനറ്റിൽ ചർച്ചയില്ലെന്നേ. അത് നയപരമായ പ്രശ്നമാണല്ലോ. അതിന് ഇതുവരെ സർക്കാർ എതിർത്ത് നിന്നാണ്. അതൊരു നയമാണ്, ആ പോളിസിയാണ്. ആ പോളിസി ചേഞ്ച് ചെയ്ത് ഒപ്പിടാൻ പോകുമ്പോൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്റെ ചോദ്യം. അങ്ങനല്ല, ഇതിപ്പോൾ ഒരു പോളിസി എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ ആവശ്യമുള്ളത്. അത് ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായി വരുമ്പോൾ അത് ആ 2022 മുതൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതിരുന്നത് എന്തുകൊണ്ടാണ്? 2022 മുതൽ PM ശ്രീ പദ്ധതിയെ സർക്കാർ എതിർത്തു പോകുന്നത് എന്തിനാണ്? ഒപ്പിടാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നയപരമായി വിയോജിപ്പുള്ളതുകൊണ്ടല്ലേ? അപ്പോൾ അത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യണ്ടേ? അതിലെ ഒന്നാമത്തെ മെയിൻ PM അജിംസെ, അതിൽ PM ശ്രീ പദ്ധതിയുള്ള നയപരമായ വിയോജിപ്പല്ല, മറിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020നോടുള്ള നയപരമായിട്ടുള്ള എതിർപ്പാണ്. പക്ഷേ എന്തുകൊണ്ട് അത് മാറി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം. PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSAയിൽ നിന്ന് ലഭിക്കേണ്ട തുക ലഭിക്കില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തു. സുപ്രീം കോടതി പോലും NEP 2020 നടപ്പിലാക്കുന്ന സംസ്ഥാനത്തിന്റെ ചുമതല എന്ന അർത്ഥത്തിൽ മന്ത്രിസഭയിൽ അറിയിക്കണ്ടേ? ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു പ്രശ്നം. അതിനല്ലേ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമ്മളിത് ഒപ്പിടണം, ഇതുവരെ നമ്മൾ സ്വീകരിച്ച നിലപാടല്ല ഇനി ഇതിൽ സ്വീകരിക്കുക എന്ന് അവരോട് പറയണ്ടേ? ഫണ്ട് കിട്ടാനാണെങ്കിൽ. അല്ല, അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ലേ ഉള്ളൂ. ഒരു ചില ഘട്ടങ്ങളിൽ ഞാൻ ചോദിക്കുന്നത് ഒളിച്ചൊപ്പിട്ടത് എന്തിനാന്ന് എന്റെ ചോദ്യം അനുമാനിക്കുക. ഒളിച്ചൊപ്പിട്ടത് എന്തിനാന്ന് ചോദ്യം എത്ര നേരം ആവർത്തിച്ചു? അങ്ങനെ ഒളിച്ചൊപ്പിടാൻ കഴിയുമോ? ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ വരാം.